കോഴിക്കോട്ടെ ദീപകിന്റെ മരണവാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്കാണ് പോകേണ്ടത്. ആ കേസിൽ മുസ്ലിം ലീഗ് നേതാവ് ഷിംജിദ മുസ്തഫയുടെ ജാമ്യ ഹർജിയിൽ ഇന്നാണ് വിധി പറയുന്നത്. ഇന്നലെ ജഡ്ജി അവധിയായതിനാൽ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ലതീഷ് ഉണ്ട് കോഴിക്കോട് എന്ന വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനായി. ലതീഷ്, കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇന്ന് ഷിംജിദ മുസ്തഫയുടെ ജാമ്യ ഹർജിയിൽ വിധി പറയുക. ഇന്നലെ ജഡ്ജി അവധിയായതിനാൽ കേസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. പ്രധാനമായും ഷിംജിദയ്ക്ക് കുരുക്കാകുന്ന വളരെ പ്രധാനപ്പെട്ട ഡിജിറ്റൽ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമൊക്കെ അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. മനു, ഗുഡ് മോർണിംഗ്. ഇന്നാണ് ഷിംജിദയുടെ ജാമ്യ ഹർജി കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. ഇന്നലെ മനു സൂചിപ്പിച്ച പോലെ തന്നെ ജഡ്ജി അവധിയായതിനാൽ കേസ് പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ശനിയാഴ്ച പോലീസ് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഷിംജിദയെ ഒരു തവണ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു ദിവസത്തേക്കാണ് കുന്ദമംഗലം കോടതി പോലീസ് കസ്റ്റഡി അനുവദിച്ചത്. അതിനുശേഷം റിമാൻഡ് വീണ്ടും നീട്ടി മഞ്ചേരി വനിതാ സബ് ജയിലിലേക്ക് മാറ്റിയിരുന്നു. എന്തായാലും പ്രോസിക്യൂഷൻ ഷിംജിദയുടെ ജാമ്യ ഹർജിയെ എതിർക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജാമ്യം നൽകരുത് എന്ന് കോടതിയിൽ ആവശ്യപ്പെടും. എന്നാൽ കേസിനോട് സഹകരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജാമ്യം അനുവദിക്കണം എന്നുള്ള ഒരാവശ്യമായിരിക്കും പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കുക. എന്തായാലും ഇന്ന് ഈ കേസിൽ പോലീസ് റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വിശദമായ വാദം കേൾക്കും. അതിനുശേഷം ഇന്ന് തന്നെ വിധി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ മാസം 18-നാണ് കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശിയായ ദീപക് വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. പയ്യന്നൂരിൽ ഒരു യാത്രക്കിടെ ഷിംജിദ ദീപകിനെ വീഡിയോ എടുക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. തന്നോട് മോശമായി പെരുമാറി ലൈംഗികാതിക്രമം നടത്തിയെന്നുള്ള രീതിയിലുള്ള ആരോപണമാണ് ദീപകിനെതിരെ ഷിംജിദ ഉന്നയിച്ചത്. ഇതിൽ മനംനൊന്തായിരുന്നു ദീപകിൻ്റെ ആത്മഹത്യ. ദീപകിൻ്റെ മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ ഷിംജിദ മുസ്തഫയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഷിംജിദയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് റിപ്പോർട്ടിൽ കോടതിയിൽ സമർപ്പിക്കും. 7 വീഡിയോ ഷിംജിദ ബസ്സിൽ നിന്ന് ചിത്രീകരിക്കുകയും അത് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇതിനാവശ്യമായ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് റിപ്പോർട്ടിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രോസിക്യൂഷൻ ഷിംജിദയുടെ ജാമ്യ ഹർജിയെ എതിർക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മനു.